ന്യൂക്കര സെന്റ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർ ഈ ലഘുനാടകം മക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. സ്നേഹാലയം. രചന സംവിധാനം മിസ്റ്റർ ടോണി ചിറയൻ. അഭിനയിക്കുന്നവരും കഥാപാത്രങ്ങളും: ഫാദർ മിസ്റ്റർ ജെയ്സൺ കണ്ണമ്പുഴ, ഡേവിസ് മിസ്റ്റർ ബെന്നി മംഗലശ്ശേരി, ഭാര്യ ഡെയ്സി മിസ്സിസ് സോഫി വർഗീസ്, മകൾ കുമാരി ഹെബീന ഷിൻഡോ, സിസ്റ്റർ ജോർജിറ്റ, സിസ്റ്റർ മാർട്ടീന, സിസ്റ്റർ ജാനറ്റ് മിസ്സിസ് ജാൻസി ബാബു, പാപ്പിയച്ചൻ മിസ്റ്റർ ഷിൻഡോ മാത്യു, തമ്പിച്ചായൻ മിസ്റ്റർ ജോസഫ് കൊലാത്തുകുന്നൽ, കപ്യാർ അഡ്വക്കേറ്റ് ജോമോൻ. ശബ്ദ സംയോജനം മാസ്റ്റർ അലൻ ബൈജു. ശബ്ദം നൽകിയവർ മിസ്റ്റർ ടോണി ചിറയൻ, മിസ്റ്റർ ജോസ് താഴേക്കാട്. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിയത് റവറൻഡ് ഫാദർ ഡോക്ടർ ജിമ്മി കല്ലിങ്ങൽകുടിയിൽ, പ്രിൻസിപ്പൽ ജോജു ചിറമേൽ. താങ്ക് യു. ഗുഡ് മോർണിംഗ് പ്രസിഡന്റ്. ഗുഡ് മോർണിംഗ്. പ്രസിഡന്റ് നേരത്തെ എത്തുമല്ലോ അല്ലേ? അതെ അതെ. ഇല്ല, റിസപ്ഷൻ വൈകിട്ട് 6 മണിക്ക്, 9 മണി വരെ. ഇല്ല, രാവിലെ വേറെ പരിപാടികളൊന്നുമില്ല. വികാരിയച്ഛൻ രാവിലെ 9 മണിക്ക് എത്തും ബെഞ്ചിരിക്കാൻ. ഇല്ലെന്നേ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ MLA ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. എല്ലാം ഉണ്ടെന്നേ, നേരത്തെ ഒന്ന് വന്നാൽ മതി. ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വൈകിട്ട് കാണാം. ഓക്കെ. എന്റെ കർത്താവേ, ഡേവിസിന് ഫോൺ ചെയ്തിരുന്നാൽ മതിയോ? അച്ഛന് കൊണ്ടുവരാൻ പോകണ്ടേ? എടി, അച്ഛൻ ഇങ്ങോട്ട് വന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തിരക്കിനിടയിൽ എന്നോട് ചെല്ലണ്ട എന്ന് പറഞ്ഞു. ആ, കാറ്ററിംഗുകാരെ വിളിക്കുന്നേ. ഹലോ ബിജു, നമ്മുടെ പരിപാടി കൃത്യം 5 മണിക്ക് തന്നെ തുടങ്ങണം. 10,000 പേർക്ക് കഴിക്കാനുള്ളതല്ലേ. ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. ഓക്കെ, അപ്പോൾ വൈകിട്ട് കാണാം. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല ഡേവിസേ, വീട് ഗംഭീരായിരിക്കുന്നു കേട്ടോ. ആൾക്കാർ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അസലായിട്ടുണ്ട്. താങ്ക് യു അച്ഛാ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഏകദേശം ഒരു 4000. അയ്യോ, അത് വളരെ കുറവായി പോയല്ലോ. അത് അച്ഛൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ശരി ശരി, എന്നാ നമുക്ക് വെഞ്ചരിപ്പ് തുടങ്ങിയാലോ. അല്ല ഡേവിസേ, നിന്റെ അപ്പച്ചൻ എവിടെ ഇല്ലേ? കണ്ടില്ലല്ലോ. അപ്പച്ചൻ ആന്റിയുടെ വീട്ടിൽ പോയേക്കോ അച്ഛാ. വൈകുന്നേരം ഇങ്ങോട്ട് എത്തിക്കോളും. ആ ഡെയ്സി, നീ ആ തിരിഞ്ഞെടുത്തേ. അല്ലേ വേണ്ട, ഞാൻ തന്നെ എടുക്കാം. അതെന്റെ മേശയിലാ വെച്ചിരിക്കുന്നത്. അച്ഛാ, അപ്പച്ചൻ ആന്റിയുടെ വീട്ടിൽ പോയതൊന്നുമല്ല, ഏതോ ആലയത്തിൽ കൊണ്ടാക്കിയിരിക്കുക. ഡേവിസേ, ഞാനൊരു കാര്യം പറഞ്ഞ ഡേവിസിന് അത് ബുദ്ധിമുട്ടാവൂ? ആന്റിയുടെ വീട് ഇവിടെ അടുത്തല്ലേ, നമുക്ക് പോയി അപ്പച്ചനോട് കൊണ്ടുവന്നാലോ. റിസപ്ഷൻ എന്തായാലും വൈകിട്ടല്ലേ, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. പോയിട്ട് എപ്പോൾ വേണമെങ്കിലും വരാം. ഡേവിസ് സമയം പറഞ്ഞാൽ മതി, വേണമെങ്കിൽ ഞാനും കൂടെ വരാം. അല്ല, അത് പിന്നെ മക്കളെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ആരാണെന്നറിയോ? അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കാണുന്നവരാ മാതാപിതാക്കള്. ആ സ്വപ്നത്തിന് അവരുടെ മരണം വരെ ദൈർഘ്യവുമുണ്ട്. മക്കളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ഉണ്ടായി കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മാതാപിതാക്കൾ തന്നെയാണ്. ഡേവിസേ, ബുദ്ധിമുട്ടില്ലെങ്കിൽ അച്ചായനെ പോയി കൊണ്ടുപോയോ. ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കോട്ടെന്നേ. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോയിട്ട് ഒരു 2 മണിക്ക് വരാം. അത് കഴിഞ്ഞ് വെഞ്ചരിച്ചാൽ പോരെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി എന്നാ. എന്റെ പാപ്പിച്ചായ, ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ താഴെ കിടക്കുന്ന പേരയ്ക്ക എടുത്ത് കഴിക്കരുതെന്ന്? ഈ താഴെ കിടക്കുന്ന പേരയ്ക്ക അല്ലാതെ എനിക്ക് മുകളിൽ കയറി പേരയ്ക്ക പറിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും,
സിസ്റ്റർ മുകളിലോട്ടൊന്ന് കയറി എനിക്കൊരു പേരയ്ക്ക പറിച്ചതാ. അല്ല പിന്നെ. ഓ, ഇപ്പൊ പറ്റത്തില്ല. പണ്ട് ഞാൻ മരത്തിലൊക്കെ കയറി പറിച്ചു തിന്നിട്ടുണ്ട്, കുഞ്ഞായിരിക്കുമ്പോ. അത് കണ്ടാലറിയാം ആളൊരു മരം കയറിയായിരുന്നെന്ന്. എന്റെ കർത്താവേ, വാ തുറന്ന കുരുത്തക്കേടെ പറയത്തുള്ളൂ. ചുമ്മാതല്ല മക്കൾ കൊണ്ടുവന്ന് തള്ളിച്ചു പോയത്. ക്ഷമിക്കണം, അറിയാതെ വിളിച്ചു പോയതാ മോളെ എന്ന്. ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കണം. എന്ത് പാപ്പിച്ചായ ഇത്? പാപ്പിച്ചായന്റെ മോളെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. മോളെ, ഒരു ചെറിയ കാറ്റൊന്നടിച്ച് മക്കളുടെ മൂക്കൊന്ന് ചീറ്റിയാൽ മതി. പനിയാണെന്ന് കരുതി പാതിരാവോളം കാത്തിരിക്കും മാതാപിതാക്കൾ. പിന്നെ പിച്ച വെച്ച് നടക്കുമ്പോൾ വീഴാതിരിക്കാൻ അവരും പിന്നാലെ കൂടും. ഹരിശ്രീ ഒരു വട്ടം പഠിച്ച അമ്മ അത് മക്കളെ പഠിപ്പിക്കാൻ 1000 വട്ടം ഉരുവിടും. അങ്ങനെ വളർച്ചയുടെ പാതയിൽ മക്കൾക്കെന്നും താങ്ങും തണലുമാ മാതാപിതാക്കൾ. പക്ഷേ ആ മക്കൾ വളർന്നു വലുതാകുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്താലും കുറ്റമാ. ഒന്ന് ചുമച്ചാ കുറ്റം, ഒന്ന് തുമ്മിയാല്, ഒന്നുറക്കെ സംസാരിച്ചാല്. എന്തിനാ ഷർട്ടിടാതെ ഒന്ന് പുറത്തിറങ്ങിയാൽ അതും കുറ്റമാ. എല്ലാവരും അങ്ങനെയൊന്നുമല്ലല്ലോ പാപ്പിച്ചായ. മാതാപിതാക്കളെ ഈശ്വരനെ പോലെ കാണുന്ന എത്രയോ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ശരിയാ, ശരിയാ. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നാ പഴമക്കാര് പറയുന്നത്. പക്ഷെ ആ കാര്യത്തിൽ ഈ പാപ്പി ഒരു പൊട്ടനായി പോയി. പാപ്പി വെറുതെ ഓരോന്ന് സ്വപ്നം കണ്ടു. വെറുതെ ഓരോന്ന് സ്വപ്നം കണ്ടു. അതൊക്കെ പോട്ടെ. അല്ല മോളെ, ഇന്നലെ മോളുടെ കൂടെ വന്ന ആ പ്രായമുള്ള സിസ്റ്റർ. ആ, അത് സിസ്റ്റർ ജോർജിറ്റ. പണ്ട് 50 വർഷം മുമ്പ് ഇവിടെ മദറായിരുന്നു. ഇവിടെ നിന്ന് മണിപ്പൂരിനാ പോയത്. മണിപ്പൂരിനോ? ആ, മണിപ്പൂര് എന്താ കേട്ടിട്ടില്ലേ? മനുഷ്യന് മിണ്ടാപ്രാണികളോട് പോലും വില കൽപ്പിക്കാത്ത സമൂഹത്തിൽ അവരോടൊപ്പം ജീവിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തതാണ് അവരെ. അത് സത്യം. എന്നാലും അതല്ല. ഏതല്ല? അല്ല, ഞാൻ ഓർക്കുമായിരുന്നു 50 വർഷം മണിപ്പൂരിൽ ഇരുന്നിട്ടും ഒരു കുഴപ്പം കൂടാതെ ആ സിസ്റ്റർ ഇങ്ങെത്തിയല്ലോ എന്നോ. പാപ്പിച്ചായ പോയെവിടുന്ന്? വാ തുറന്ന കുരുത്തക്കേടെ പറയത്തുള്ളൂ. പറഞ്ഞു തീർന്നില്ല. ദേ ആ സിസ്റ്റർ വരുന്നു. സമ്മതിക്കണം, മുടിഞ്ഞായ്സ. ചുമ്മാതല്ല, ഒരു കുഴപ്പം കൂടാതെ പുല്ല് പോലെ മണിപ്പൂരിൽ നിന്ന് ഇങ്ങെത്തിയത്. സമ്മതിക്കണം, സമ്മതിക്കണം. എന്താ സിസ്റ്ററെ, അപ്പച്ചനുമായൊരു വഴക്ക്? ഏയ്, വഴക്കൊന്നുമില്ല. ഞങ്ങൾ ഭയങ്കര കൂട്ടാ. എപ്പോഴും വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പാവം 5-6 മക്കളുണ്ടായിരുന്നു. പറഞ്ഞിട്ടെന്താ, ഇപ്പം ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഒരുത്തനുമില്ല. ഏയ്, നമ്മളൊക്കെ ഇല്ലേ സിസ്റ്ററെ, ഇതൊക്കെ കർത്താവിനൊരു പദ്ധതിയാണ്. നമുക്ക് വേണ്ടിയും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ലേ കർത്താവ് അവരെയൊക്കെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സിസ്റ്റേഴ്സ്. ഗുഡ് മോർണിംഗ്. ഡേവിസ് ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായല്ലേ? അത് പിന്നെ ആ, എല്ലാവർക്കും വലിയ തിരക്കല്ലേ? അമ്മേ, ഇത് ഡേവിസ്. അമേരിക്കയിലാ, വലിയ ചുറ്റുപാടാ. മോളോ? ഞാൻ നേഴ്സാ, അവിടെ തന്നെയാ. കൊള്ളാം. ഇവിടെ നാട്ടിലെവിടെയാ? ഞങ്ങൾ ഒല്ലൂരിനടുത്ത് മരത്താക്കരയാ. ഓ, അത് ശരി. അവിടെ ഞാനറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവിടെ ഒരു മംഗലശ്ശേരിക്കാരുണ്ടല്ലോ, പണ്ട് പട്ടാളത്തിലൊക്കെ ആയിരുന്ന മിസ്റ്റർ തമ്പി തോമസ്. അറിയുമോ അവരെ? അത്
അതെന്റെ അപ്പച്ചനാ. സിസ്റ്റർ പറഞ്ഞ ആ തമ്പിസാറിന്റെ മകനായത്. എന്റെ കർത്താവേ, തമ്പിസാറിന്റെ മകനോ? എന്നിട്ട് തമ്പിസാർ ഇപ്പോ എവിടെയുണ്ട്? ഇവിടെയുണ്ട് മദറെ. ഇവിടെയുണ്ടെന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ സിസ്റ്ററെ. അത് പിന്നെ അമ്മ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ. എല്ലാവരെയും ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതെ, കാണണം, കാണണം എനിക്ക്. വിളിക്ക് മിസ്റ്റർ തമ്പിസാറിനെ. പാപ്പിച്ചായ, പാപ്പിച്ചായ, ആ തമ്പിസാറിനെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്നേ. മോളുടെ പേരെന്താ പറഞ്ഞേ? ഡെയ്സി. മോളെ ഡേസി, ഞാനൊരു കഥ പറയട്ടെ. നിങ്ങൾക്ക് തിരക്കാണെന്ന് അറിയാം, എങ്കിലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കേട്ടോ. പണ്ടെന്ന് വെച്ചാൽ ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ്, അന്ന് ഞാൻ ഈ മഠത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ 4 സിസ്റ്റേഴ്സേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് രാവിലെ ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഞങ്ങൾ. പെട്ടെന്ന് പുറത്തുനിന്നും ഒരു കുഞ്ഞിന്റെ നിലവിളി. ഓടിയെത്തിയ ഞങ്ങൾ കണ്ടത് പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് കൈകാലുകളുയർത്തി കരയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയാണ്. ഓടിച്ചെന്ന് അതിനെ ഞങ്ങൾ വാരിയെടുത്തു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവിനെ പോലെ ഞങ്ങളുടെ തിരുമുറ്റത്ത് വന്ന ആ ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തി. ഏകദേശം 1.5 വർഷത്തോളം. അക്കാലത്താണ് വിവാഹം കഴിഞ്ഞ് 10-12 വർഷമായിട്ടും മക്കളുണ്ടാകാതിരുന്ന ദമ്പതികൾ അവനെ ദത്തെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ഞങ്ങൾ ആ കുഞ്ഞിനെ അവർക്ക് കൈമാറി. മോനെ ഡേവിസേ, 50 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇളം തിണ്ണയിൽ കിടന്ന് കൈകാലിട്ടടിച്ച അപ്പനും അമ്മയും ആരെന്നറിയാത്ത ആ പിഞ്ചു കുഞ്ഞ് നീയാണ്. ഇതുപോലെ അന്ന് ആ പിഞ്ചു കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് ഈ നിൽക്കുന്ന തമ്പിസാറാണ്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. സിസ്റ്റർ കള്ളം പറയുക. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം ഡേവിസേ. സഭാകേന്ദ്രത്തിലെ രേഖകളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ നിർമ്മല, അവരോട് ചോദിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ വികാരിയച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം. സിസ്റ്ററെ, ഒരു കുമ്പസാര രഹസ്യം പോലെ ഇത് സൂക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ട് എന്റെ ഈ 87ാമത്തെ വയസ്സിലും എന്റെ ചങ്ക് പറിച്ച് കളഞ്ഞല്ലോ. തമ്പിസാർ ക്ഷമിക്കണം. ഒരാഴ്ച മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് ആ സമ്പാദ്യമെല്ലാം ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ കരുതി വെച്ച് മക്കൾക്ക് നൽകിയിട്ട് അവരുടെ സ്നേഹം വേണ്ട, പരിഗണന പോലും ലഭിക്കാതെ പോകുന്ന മാതാപിതാക്കളുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ശിരോവസ്ത്രത്തിന് അർത്ഥമില്ലാതായി പോകും. മാപ്പ് എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലെന്നറിയാം. അതുകൊണ്ട് എന്റെ എല്ലാ പാപഭാരങ്ങളും ഞാൻ ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുകയാ. ഈ ജന്മത്തിൽ ഈശ്വരൻ എനിക്ക് മാപ്പ് തരില്ലെന്നറിയാം. പക്ഷേ അടുത്ത ജന്മത്തിൽ എനിക്കൊരു മനുഷ്യജന്മം ഈശ്വരൻ തരികയാണെങ്കിൽ ഞാൻ ഈശ്വരനോട് ഒരു കരാർ വയ്ക്കും. എന്നെ ഈ അപ്പന്റെ മകനായിട്ട് ജനിപ്പിക്കണമേ എന്ന്. വെറുക്കാനല്ല, സ്വീകരിക്കാൻ മാത്രം. മാപ്പ്. എന്നെ വെറുക്കരുതേ അപ്പ. മക്കളെ, ഈ ലോകത്ത് ഒരു മാതാപിതാക്കൾക്കും മക്കളെ വെറുക്കാൻ കഴിയില്ലടാ. പിതാവ് എന്നതിനർത്ഥം ജന്മം നൽകിയവനാണെന്നാണ്. നീ എന്റെ പൊന്നു മകനല്ലടാ. സൂര്യനായി കഴുകിയും അക്കമുണക്കുമെന്നച്ഛനെയാണിഷ്ടം. ഞാൻ കരയുമ്പോൾ അറിയാതെയൊരുമെന്നച്ഛനെയാണിഷ്ടം. അപ്പച്ചൻ എന്താ നമ്മുടെ വീട്ടിൽ വരാത്തത്? അത് പിന്നെ അപ്പച്ചന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലടാ മക്കളെ. അത് പിന്നെ അപ്പച്ചന് ഇവിടെ ഒരു കുറവുമില്ലടാ മക്കളെ. എന്നെ അപ്പച്ചനെ പോലെ കരുതുന്ന സിസ്റ്റർമാര് ഈ സ്നേഹാലയത്തിലെ
അന്തേവാസികള് മിണ്ടാനും പറയാനും. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അപ്പച്ചൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലടാ, ഒരു ബുദ്ധിമുട്ടുമില്ല. കല്ലെടുക്കും കണ്ടിത്തുമ്പി പോലെ ഒരു ദേ, നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയുമോ? ഇന്ന് തമ്പിസാറിന്റെ 87ാം പിറന്നാളാണ്. ഈ സ്നേഹാലയത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. ആഹാ, എങ്കിൽ ഈ ആഘോഷം നമുക്ക് ഗംഭീരമാക്കണം. തമ്പിസാറിന്റെ പിറന്നാളിന് ഇരട്ടി മധുരമല്ലേ? ഇത്തവണ അല്ലമ്മേ, ഇനിയുള്ള അപ്പച്ചന്റെ എല്ലാ പിറന്നാളും മധുരം നിറഞ്ഞത്. കൊണ്ടുപോവുക ഞങ്ങൾ ഞങ്ങളുടെ അപ്പച്ചനെ. ഇനിയുള്ള കാലം ഞങ്ങളുടെ ജീവിതം മധുരമുള്ളതാണ്. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം.